റേഡിയോ സുനോ 91.7 FM ലുലു സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ്. എല്ലാ ലുലു സ്മാർട്ട് ടോക്കുകളും ലൈഫിലേക്ക് ഒരുപാട് നല്ല ആശയങ്ങൾ നമുക്ക് സമ്മാനിക്കാറുണ്ടല്ലേ. ഇന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ചില ചിന്തകളുമായിട്ടാണ് ലുലു സ്മാർട്ട് ടോക്ക് നിങ്ങൾക്കരികിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റീലിലൂടെയാണ്. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ റീൽ അയച്ചുകൊണ്ടായിരിക്കും മറ്റൊരാളെ മനസ്സിലാക്കിക്കുക. ആ ഒരു ചോദ്യത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച എത്താനായിട്ട് പോകുന്നത്. റീലും റിയൽ ലൈഫും. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നു കാലിഫ് ലൈഫ് സ്കൂൾ ഡയറക്ടറും സോഷ്യൽ ഓൺടർപ്രണറുമായ അംജദ് വഫ. അംജദ്, ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം ലുലു സ്മാർട്ട് ടോക്കിലേക്ക്. ഓക്കെ, സോഷ്യൽ മീഡിയയിലെ റീൽസുകളും വീഡിയോകളും ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു. അങ്ങനെ കാണുന്ന വീഡിയോകളിലൂടെയാണ് ഞങ്ങൾ നിങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ മനോഹരമായ വീഡിയോകൾ ഇനിയും ചെയ്യുക കേട്ടോ. തീർച്ചയായും. അപ്പൊ ഏതായാലും യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പല രാജ്യങ്ങളില് പല സ്ഥലങ്ങളിൽ പോകുന്ന കൗതുകമുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിക്കാറുണ്ട്. അപ്പം യാത്രകൾ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം, യാത്രകൾ പഠിപ്പിച്ചത് എന്താണ് ലൈഫില്? ഞാൻ ആക്ച്വലി യാത്രകൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് യാത്രകൾ തോന്നിയത്. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ തന്നെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി യാത്രകൾ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ പുതിയ നാടുകൾ താണ്ടി വ്യത്യസ്ത മനുഷ്യരെ കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ ഉള്ള് ഇത്രമേൽ ക്ലീൻ ചെയ്യാൻ, റിഫൈൻ ചെയ്യാൻ പറ്റിയ യാത്രയോളം പറ്റിയൊരു മരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ ഞാൻ എന്റേത് ഇങ്ങനെയുള്ള ഒരു തോട്ടിൽ മാത്രമാണല്ലോ പുതിയ കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ കെട്ടിവണിഞ്ഞ് കിടക്കുന്നത്. അപ്പൊ മനുഷ്യരുടെ നമ്മുടെയൊക്കെയുള്ള പരിമിതമായ കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് വലിയൊരു ലോകം ഉണ്ടെന്നും അതിനേക്കാൾ അപ്പുറത്തേക്ക് കുറെ മനുഷ്യരുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തിൽ യാത്രകൾ കൊണ്ട് സാധിക്കുന്നു. അത് മാത്രമല്ല മറ്റു മനുഷ്യരെ റെസ്പെക്ട് ചെയ്യാനും വാല്യൂ ചെയ്യാനൊക്കെ ഒരുപാട് യാത്രകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യത്യസ്ത കൾച്ചറുള്ള ആളുകൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് അതൊക്കെ റെസ്പെക്ട് ചെയ്യാനും ആ ഒരു ഇൻഡിവിജ്വലിനെ, ആ ഒരു വ്യക്തി, ആ ഒരു സമൂഹത്തെ വാല്യൂ ചെയ്യാനും അതിനൊരു സ്പേസ് കൊടുക്കാനും നമ്മുടെ മനസ്സിൽ ഇടം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താ വെച്ചാൽ നമ്മളുടെ കുറെ ധാരണകൾ തിരുത്താൻ പറ്റും. നമ്മുടെ കംഫർട്ട് സോണിന്റെ അപ്പുറത്തേക്കാണല്ലോ പലപ്പോഴും നമ്മൾ പോവുക. നമ്മൾ പലപ്പോഴും യാത്ര എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് മനസ്സിലേക്ക് നമ്മൾ കേൾക്കാറുള്ളത് യാത്രകളിലെ സുഖങ്ങൾ, കൗതുകങ്ങൾ, രസങ്ങളെ കുറിച്ചൊക്കെയാണ്. ആക്ച്വലി ഈ ജീവിതം പോലെ തന്നെയാണ് യാത്രകൾ. കാരണം എപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ ഭയം, ഉദ്വേഗം, അല്ലെങ്കിൽ നിരാശ, ആശങ്കകളൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി യാത്ര ആയതുകൊണ്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. നമ്മളിതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ അറിയാതെ നമ്മൾ ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് മാറും. ആ അനുഭവങ്ങളും ആ ഒരു സ്ട്രെങ്ത്തും മതിയാവും ജീവിതത്തിൽ. ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു യാത്രകളെക്കാളും വലിയൊരു അധ്യാപകൻ ഇല്ലാന്ന്. ഇതാണ് ഏറ്റവും വലിയ പാഠം. ഓക്കെ, വാക്കുകളിലൂടെ അറിയാം യാത്രകളെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുള്ളത്. എല്ലാ യാത്രകളും പ്രിയപ്പെട്ട യാത്രകളായിരിക്കാം. എന്നിരുന്നാലും കൗതുകം കൊണ്ട് ചോദിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു യാത്ര ഏതായിരുന്നു? മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്ര ഏതായിരുന്നു? ഇതില് സത്യത്തിൽ ഇതൊരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നാലും ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് മുൻപ് ഏറ്റവും പ്രിയപ്പെട്ട യാത്ര സ്ഥലം പറയുന്നാൽ അപ്പുറത്തേക്ക് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഓഫീസൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ബൈക്ക് എടുത്തിട്ടോ കാർ എടുത്തിട്ടോ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ചിന്തിക്കാതെ വെറുതെ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് പോവല്ലോ. ഒരു ചായ കുടിച്ച് ഒരു കടിയും വെച്ചിട്ട് ഇരുന്ന് മണിക്കൂറുകളോളം സംസാരിക്കുന്ന യാത്രകളുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് ഫില്ല് ചെയ്തിരിക്കുന്ന യാത്രകൾ അത്തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ പരിഗണിക്കാതെ ചായ കുടിക്കാൻ പോകുന്ന യാത്രകളാണ്. ഒരു സ്ഥലം എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പോയിരിക്കുന്നത് ലഡാക്കിലേക്ക് ബൈക്ക് റൈഡ് പോയിരുന്നു. ലഡാക്ക് ഒരു പാരലൽ യൂണിവേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ലഡാക്ക് ഞാൻ പറയാം, ലഡാക്ക് ഒരിക്കലും നിങ്ങളെ തൃപ്തിപ്പെടുത്തില്ല. ഇൻ ദ സെൻസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ത്വര ലഡാക്ക് തന്നുകൊണ്ടേയിരിക്കും. ഞാനിപ്പോ പോയി വന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഞാൻ അടുത്ത മെയ്യിലോ ഏപ്രിലോ വീണ്ടും പോകണമെന്ന് ഒരിക്കൽ കൂടി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു 180 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ വിശാലമായിട്ട് ലോകം കാണല്ലേ. വിശാലമായിട്ടുള്ള റോഡുകള്, വലിയ പർവ്വതങ്ങൾ, സൈഡിലൂടെ തെളിഞ്ഞൊഴുകുന്ന പുഴ, നമ്മളറിയാതെ നമ്മളിങ്ങനെ ഹാപ്പി ആവും. സന്തോഷം ഇങ്ങനെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഡംപ് ചെയ്യുന്ന പോലെ, ഇങ്ങനെ നിറയുന്ന പോലെ തോന്നും. അപ്പം ഏറ്റവും
ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനുഭവം കൊണ്ടായിരിക്കാം ഒരു സ്ഥലം പറയണം എന്നുണ്ടെങ്കിൽ മേ ബി ലേ ലഡാക്ക് മനസ്സിൽ ഇങ്ങനെ പ്രിയപ്പെട്ടതായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ. ഒപ്പം തന്നെ ഇപ്പം വീഡിയോസ്, ഇപ്പം നമ്മൾ ട്രാവൽ വീഡിയോസ് നമ്മൾ വളരെ ഇഷ്ടത്തോടെ കാണാറുണ്ട്. ലൈഫിന്റെ പല വശങ്ങളെ കുറിച്ചുള്ള നല്ല ഓർമ്മപ്പെടുത്തലുകൾ പലപ്പോഴും തരാറുണ്ട്. ലൈഫിനെ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണുന്നവർക്കേ അത് പറ്റുള്ളൂ. എന്താണ് അങ്ങനെ വീഡിയോസിലേക്ക് എത്താം എന്ന് തീരുമാനിക്കാൻ കാരണം? ആക്ച്വലി ഞാൻ പലപ്പോഴും നിങ്ങൾ വീഡിയോയിലൂടെ കാണുമ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നോ ഒരു ഇൻഫ്ലുവൻസർ എന്നായിരിക്കാം ഒരു പക്ഷെ ആളുകൾ വിലയിരുത്തും. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു അധ്യാപകൻ, ഒരു മെന്റർ, ഒരു സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഞാനൊരു ലൈഫ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. മേ ബി ഇന്ത്യസ് ഫസ്റ്റ് ലൈഫ് സ്കൂൾ എന്ന രീതിയിൽ. അതായത് റെഗുലർ അക്കാഡമിക്സിന്റെ കൂടെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പൊ കുട്ടികൾക്ക് ജീവിതം പഠിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിതം കാണണം, ജീവിതങ്ങൾ ഒബ്സർവ് ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ നമ്മുടെ യാത്രകൾ പോലും അതിന്റെ ബാക്കിയായിട്ടാണ്. ആ യാത്രകളിൽ നിന്ന് കിട്ടുന്ന ഓരോ യാത്ര കഴിയുമ്പോഴും ഞാൻ എന്റെ കുട്ടികളുടെ കൂടെ ഇരിക്കും, വട്ടത്തിലിരിക്കും, ആ അനുഭവങ്ങൾ ഷെയർ ചെയ്യും. അത് നമ്മളൊരു പെട്ട ഹ്യൂമൻ ബീങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പൊ ഈ ജീവിതം പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം കൂടുതലും ജീവിതങ്ങളുടെ വ്യത്യസ്ത പെർസ്പെക്റ്റീവുകൾ മനുഷ്യരെ കുറിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കുട്ടികളുമായിട്ടുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുമായിട്ട് വട്ടത്തിലിരിക്കുന്നു, അവരുമായിട്ട് ചർച്ചകൾ നടത്തുന്നു, അനുഭവങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത് നൽകുന്ന പുതിയ ചിന്തകൾ എന്തൊക്കെയാണ്? ഈ കുട്ടികളായിട്ടുള്ള ഇടപെടലുകൾ നൽകുന്ന പുതിയ പുതിയ ചിന്തകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അതിൽ ഞാനിപ്പോ 9 വർഷമായി നമ്മൾ സ്ഥാപനം തുടങ്ങി 10ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വലിയൊരു ഒരു കണ്ടെത്തലായിട്ട് ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടി ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അവരുടെ അടുത്തുനിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഓരോ കുട്ടിയും ആ കുട്ടികളിൽ തന്നെ ഓരോ കുട്ടിയും ഡിഫറെന്റ് സിലബസ് ആണ്. അപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എല്ലാ കുട്ടികളെയും ഒരേ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്, അല്ലെ? നമുക്ക് ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് മീനുണ്ട്, അല്ലെങ്കിൽ കുരങ്ങനുണ്ട്, ആനയുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ മീന് വെള്ളത്തിൽ പോകുന്നു കരുതിയിട്ട് കുരങ്ങനോടും അതേപോലെ പറയുന്നത്, അല്ലെങ്കിൽ കുരങ്ങും മരം കയറുന്നു കരുതിയിട്ട് മീനിനോടും അതേപോലെ മരം കയറാൻ പറയുന്ന പോലെയാണ് പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. അപ്പോ അതിൽ വെച്ച് ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. ആ കുട്ടിയുടെ ടാലന്റ്, ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഇടപെടാൻ പറ്റുന്ന സമയത്ത് ഈ കുട്ടികൾ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമേ നമ്മൾ സ്വയം അപ്ഡേറ്റഡ് ആവും. ഞാൻ പറയാം, ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലൂടെ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്. നമ്മളൊക്കെ ഫേസ്ബുക്കിലൂടെ, അതിന് മുൻപ് ഓർക്കുട്ടിലൂടെ വന്ന ആളുകൾ. അപ്പൊ ഫേസ്ബുക്ക് മാത്രം ഉണ്ടായ സമയത്ത് ഇൻസ്റ്റാഗ്രാം കുട്ടികളൊക്കെ തുടങ്ങിയപ്പം പണ്ടേ ഒരു തന്തവയ്പ് എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ മനസ്സിൽ ഇൻസ്റ്റാഗ്രാമിനെ വേറെ രീതിയിലൊക്കെ ഉണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ ഞാൻ നിർബന്ധിതനായി. കാരണം എന്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് സംസാരിക്കുന്നു, അവർ അതിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി പോകുമോ എന്നുള്ള തോന്നലാണ് ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ യങ്ങായി നിൽക്കാൻ, നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ കുട്ടികളുടെ കൂടെയുള്ള സഹവാസം എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. പ്രായം കൂടും, പക്ഷെ മനസ്സിന് പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല്. അപ്പൊ കുട്ടികളുമായിട്ടുള്ള സഹവാസം പഠിപ്പിക്കുന്ന പാഠം ലിവ് യങ് ലിവ് ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ മനസ്സെപ്പോഴും യങ് ആയിരിക്കും. ഒരു കുട്ടിയുടെ മനസ്സ് എപ്പോഴും അക്വയർ ചെയ്യാനുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ത്വരയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതാണ് കുട്ടികളുടെ ഇടപെടൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഇൻസൈറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ക്ലാസ്സുകൾ ഏത് ഏജ് മുതലാണ്? അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ ഈ സ്കൂളിലേക്ക് വരാൻ? ഓക്കെ, ആക്ച്വലി നമ്മളുടെ ഒരു കൺസെപ്റ്റ് ബുദ്ധി ഉറച്ചതിന് ശേഷം കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ളത്. കാരണം KG മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് നമുക്കൊരു സ്കൂളുകൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു വലിയൊരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സമയമാണല്ലോ. 10ാം ക്ലാസ് കഴിയുന്നു, സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വിട്ടിട്ടുകൊണ്ട് കോളേജിൽ അങ്ങോട്ട് എത്തിയിട്ടില്ല. പലപ്പോഴും ഇന്നിപ്പോ നമ്മുടെയൊക്കെ കേരളത്തിൽ തന്നെയുള്ള സ്കൂളുകളിൽ നിന്നുള്ള ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ കോളേജുകളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഇഷ്യൂസ് +2 സ്കൂളുകളിലാണ് ഇഷ്യൂസുകൾ. അതൊരു വല്ലാത്തൊരു ജംഗ്ഷനാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനാണ്. 2 ഇയർ നമ്മൾ റെസിഡൻഷ്യൽ ആണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. പണ്ടത്തെ ഒരു ഗുരുകുലം സിസ്റ്റത്തിന് ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുട്ടികളെല്ലാവരും നമ്മുടെ കൂടെ 2 വർഷം ജീവിക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ള ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കാര്യമായിട്ടുള്ളത്. നമ്മൾ സൈക്കോളജിയിലൊക്കെ നമുക്ക് അറിയാം 21 ദിവസം മിനിമം വേണം ശരിക്ക് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫോം ചെയ്യണമെങ്കിൽ 90 days വേണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റെഗുലർ സ്കൂളുകളിൽ പലപ്പോഴും
സംഭവിക്കുന്നത് രാവിലെ 9 to 4 സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിന് നേരെ റിവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പോകുമ്പോഴോ കുട്ടി കിട്ടുന്നത്. അപ്പൊ ഒരു ഹാബിറ്റ് ഫോർമേഷൻ, ക്യാരക്ടർ ഫോർമേഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിലയിരുത്തൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ നമ്മൾക്ക് കുട്ടികളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം കുട്ടികൾ പാരന്റ്സിനോടുള്ള ബിഹേവിയർ ആവട്ടെ, സമൂഹത്തിൽ ഓപ്പോസിറ്റ് ജെൻഡറിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പുതിയ കാലത്ത് അറിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഇതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് റെഗുലർ അക്കാഡമിക്സ് കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പം റെഗുലർ അക്കാഡമിക്സ് കൊടുത്തുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈഫ് സ്കൂൾ കരിക്കുലം സെറ്റ് ചെയ്തു. അപ്പൊ ഈ കുട്ടി ക്യാമ്പസിൽ നിന്നും പുറത്തു പോകുമ്പോഴേക്കും ഇത്ര സെറ്റ്സ് ഓഫ് ക്വാളിറ്റീസ്, നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ, ഹാബിറ്റ്സ്, ക്യാരക്ടർ, ലൈഫ് സ്കിൽസ്. ഒറ്റ കാര്യം കൂടി ആഡ് ചെയ്യാൻ, നമ്മളിവിടെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 6 എസെൻഷ്യൽ ബട്ട് ഇഗ്നോർഡ് എഡ്യൂക്കേഷൻ. അത്യാവശ്യമാണ്, പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ ഇഗ്നോർഡ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് സക്സസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, വെൽത്ത് എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ. ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്, ഞാനും നിങ്ങളൊക്കെ ഈ പണിയെടുക്കുന്നത് അൾട്ടിമേറ്റ്ലി ഫോർ ഹാപ്പിനെസ് അല്ലേ? അപ്പൊ ഹാപ്പിനെസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ബി ഹാപ്പി ആൻഡ് ബി ഹാപ്പി ബൈ മേക്കിംഗ് അതേഴ്സ് ഹാപ്പി, ഇതാണ് നമ്മളൊരു കൺസെപ്റ്റ്. ഇതിന്റെ മുകളിലാണ് നമ്മുടെ സ്ഥാപനം റൺ ചെയ്യുന്നത്. വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു കൗമാരക്കാരൻ പഠിക്കേണ്ടത് പാഠമാണോ ജീവിതമാണോ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനൊപ്പം സന്തോഷിക്കാൻ കൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അതെ. അത് നമ്മൾ പലപ്പോഴും കുട്ടികളോട് ജീവിതത്തിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, ഇതൊക്കെ ശരിയാണ് ആൻസർ. പക്ഷെ ഡോക്ടർ ആയിട്ടുണ്ട്, പൈസ കിട്ടും, പൈസ കിട്ടിയിട്ടുണ്ട്, അൾട്ടിമേറ്റ്ലി ഇത് എത്തിച്ചേരുന്നത് സന്തോഷത്തിലാണല്ലോ. ഈ സന്തോഷം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ പരിചയപ്പെട്ടത് കൊണ്ട് ഞാൻ പറയാം, എനിക്ക് അറിയുന്ന 1-2 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഈ അടുത്ത് ഈ പരിപാടി നിർത്തി. ഏൺ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവർ നിർത്താനുള്ള കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ജീവിതത്തിന് സന്തോഷമല്ല. കാരണം എന്താ, ഡെയിലി പുതിയ കണ്ടന്റ് ഉണ്ടാക്കണം, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ട്രെസ്ഡ് ആവുകയാണ്. പൈസ ഒന്നും അല്ല, അതിലപ്പുറം പൈസ വേണം കേട്ടോ, ഹബീബി കംഫർട്ടബിൾ എന്ന് പറയുന്ന പോലെ പൈസ വേണം, അതൊരിക്കലും ഫാക്ടറാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് ഇത് എന്തിനാണ് ഇതൊക്കെ ഇത് കിട്ടുന്നത്? ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഫാക്ടർ നമുക്ക് അതുകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ റോങ് ഡിറക്ഷൻ എന്നുള്ളതാണ്. അതിൽ തന്നെ പറയാറുണ്ട്, നമ്മൾ ജീവിക്കുന്നത് മറ്റു പലരുടെയും സ്വപ്നമാണെന്നൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോ നമുക്ക് തോന്നി, ശരിയാണല്ലോ, ഞാൻ ജീവിക്കുന്ന മറ്റൊരാളുടെ ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയാണ് എന്റെ ലൈഫ് ഏറ്റവും സന്തോഷമായിട്ട് പോകുന്നത്. ആ ഒരു ചിന്താഗതിക്ക് എന്തുകൊണ്ട് ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തുന്നത്? അത് ഞാൻ എന്റെ ലൈഫാണെങ്കിലും ഞാൻ എന്റെ കുട്ടികളോടും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ബീങ് ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞൊരു സംഗതി ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിനെ ഹാപ്പി ആക്കാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഞാനിപ്പം യാത്രകൾ പലപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് യാത്ര തരുന്ന ഏറ്റവും വലിയ ഇൻസൈറ്റ്, കുറച്ച് മുൻപ് ഞാൻ രാജസ്ഥാനില് താർ ഡെസേർട്ടിൽ അവിടെ ഒരു വില്ലേജിൽ പോയിട്ട് താമസിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ സീറോ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫേമിന്റെ മിസ്റ്റർ നാസർ ബന്ദ് നടത്തുന്ന ഒരു 10 ദിവസത്തെ ബംഗാൾ യാത്രയുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇത് പ്രൊമോഷൻ അല്ല, കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനം. നമ്മൾ അതിൽ പങ്കെടുത്തു. നോർത്ത് ബംഗാളില് അവിടെ 24 നോർത്ത് പർഗാനാസ് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ചക്ല എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഞങ്ങൾ ഇങ്ങനെ അലയായിരുന്നു. ഓരോ വീട്ടിലും കയറി ആ ജനങ്ങളെ കണ്ട് മനസ്സിലാക്കി. അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് കുറേ മനുഷ്യന്മാർ സ്വപ്നം കാണുന്ന ഒരു ലൈഫാണ്. അതിലപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ സ്വപ്നത്തിൽ പോലും അവർ ചിന്തിക്കാത്ത സ്വർഗതുല്യമായ ജീവിതമാണ് നമ്മളൊക്കെ ആസ്വദിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ ഒരു തോട്ടിലേക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് കിട്ടിയതിൽ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ പിന്നെ പരാതികൾ ഉണ്ടാവില്ല. ലൈഫ് ഒരു വിധമൊക്കെ എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും. ഞാൻ ഇതിനെങ്ങനെ നമ്മുടെ സ്കൂളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്രാവശ്യം ഇവിടെ ആർട്സ് ഫെസ്റ്റ് നടത്തിയത് ഞങ്ങൾ കണ്ണ് എന്ന് പറയുന്ന ഒരു തീമിലായിരുന്നു. ഈ കണ്ണ് എന്ന് പറയുന്ന ഒരുപാട് പെർസ്പെക്റ്റീവ് ഉണ്ട് കേട്ടോ. പക്ഷെ അതിലൊരു പെർസ്പെക്റ്റീവ് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു ദിവസം ഇതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊമോ പോലെ ഒരു ദിവസം കുട്ടികൾ മൊത്തം ക്ലാസ്സിൽ കണ്ണ് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സും കണ്ണ് കെട്ടിയിട്ടാണ്. അപ്പോഴാണ് കുട്ടികൾക്ക് ഇത് കണ്ണ് കാണാത്ത മനുഷ്യരെ കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ അവരും ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്. അതാണ് ഞാൻ നേരത്തെ ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ട് അവർ മനസ്സിലാക്കുന്നു. ഈ ആർട്സ് ഫെസ്റ്റ് ഇനാഗ്രേറ്റ് ചെയ്തത് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഒരു വലിയ പുതുമയുള്ള സംഭവമായിരിക്കും. 4 ബ്ലൈൻഡ്സ് ആയിട്ടുള്ള ലെജൻസ് ആണ്, അധ്യാപകരും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ ഇത് കുട്ടികളോട് സംവദിക്കുമ്പോൾ കുട്ടികൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്സ് എത്രമാണ് എന്നുള്ളത്. ഡെഫിനറ്റ്ലി കുട്ടികളെ കുറച്ചുകൂടി ഹാപ്പി ആക്കാൻ അത് പ്രേരിപ്പിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന
ഏറ്റവും വലിയൊരു കാര്യം. ഈവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി പോലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ആക്ച്വലി മറ്റുള്ള മനുഷ്യരെ കുറിച്ചുള്ള തോട്ട്സ് ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയൊരു ഫാക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ, പറയുന്ന പോലെ എന്റെ ജീവിതം തന്നെയാണ് എന്റെ റീലുകൾ എന്ന് പറയുന്നു. അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വന്നൊരു കമന്റ് ആണ്. ഞാൻ നോക്കിയപ്പോ നല്ല കമന്റ്, നല്ല ക്യാപ്ഷൻ, അതുകൊണ്ട് ഞാൻ അതവിടെ നിങ്ങൾ എടുത്തു. ഓക്കെ, അപ്പൊ ആ റീൽസും റിയൽ ലൈഫിനെയും ഒന്ന് കണക്ട് ചെയ്ത് പറയൂ. അതിലുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ പരമാവധി പിന്നെ ജീവിതത്തിൽ കേട്ട അനുഭവങ്ങള്, നമ്മൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങനെ പറച്ചിലാണ് കൂടുതൽ ഉണ്ടാവാറില്ല. ഞാൻ എന്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെ എക്സ്പോസ് ചെയ്യാറില്ല, കാരണം അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞാനിതിന് വേറൊരു പെർസ്പെക്റ്റീവ് പറയട്ടെ, പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പല ആളുകളും ഈ റീൽസ് കണ്ടിട്ട് എനിക്ക് ആക്ച്വലി എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫസ്റ്റ് കാര്യമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയും ഇതുമായി ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ്. അത് ജസ്റ്റ് ഞാൻ അനുഭവം ഷെയർ ചെയ്യാം. പിന്നെ കോളേജ് കാലത്ത് അടിപൊളിയായിട്ട് പ്രണയിച്ച് നടന്നിരുന്ന രണ്ടുപേരുണ്ടായിരുന്നു. അവര് വീട്ടിലൊക്കെ സംസാരിച്ച് അവസാനം പ്രഷർ ചെയ്ത് അവരുടെ കല്യാണത്തിന് പാരന്റ്സ് സമ്മതിക്കുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ പയ്യന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാണ്. അവരിങ്ങനെ തോട്ട്സ് കൈൻഡ് ഓഫ് ഒരു സ്ട്രെസ്, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവരെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നത്, അവൻ പറയുന്ന കാര്യം എന്താ വെച്ചാല് അവന് ഈ കല്യാണം വേണോ വേണ്ട എന്നുള്ളൊരു സെക്കൻഡ് തോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് വിളക്കാളും കുറച്ചുകൂടി നല്ലൊരു കുട്ടിയെ കിട്ടൂലേ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ല ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടൂലേ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് അവന് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ഞാൻ കുറെ മണിക്കൂറുകളോളം രാത്രികളൊക്കെ ഇന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ റൂട്ട് കോസ് എവിടെയായിരുന്നു വെച്ചാല് ഇപ്പം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അതേപോലെ യൂട്യൂബ് ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ഭയങ്കരമായിട്ട് കാണുന്ന ആളാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇവന്റെ മനസ്സിൽ പെൺകുട്ടി, വൈഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വേറെ ആയിട്ട് മാറി. അപ്പോ അവൻ അൺഹാപ്പി ആവാൻ തുടങ്ങി. പക്ഷെ അൽഹംദുലില്ലാഹ് നമ്മൾ കുറേ സംസാരിച്ച് ഈവൻ വേറൊരാളിലേക്ക് പോലും ഒരു കൗൺസിലർ അടുത്ത് പോലും റെഫർ ചെയ്യേണ്ടി വന്ന ഇപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് മറ്റൊരു കൗൺസിലർ പറഞ്ഞ വേറെ അനുഭവം കൂടി ജസ്റ്റ് ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാം. എന്താണെന്ന് വെച്ചാല് അവര് പറയുന്നത് ഇപ്പൊ നമ്മൾ വരുന്ന പുതിയ കാലത്ത് വരുന്ന കപ്പിൾ പ്രശ്നങ്ങളും യങ് ജനറേഷൻ പലപ്പോഴും അൺഹാപ്പി ആക്കുന്നത് അവര് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് റിയൽ ലൈഫിലേക്ക് വരുന്നു. അത് വരുമ്പോൾ രണ്ടും തമ്മിൽ വലിയൊരു ഡിസ്പാരിറ്റി ഉണ്ടാവുന്നു. ഇതാണ് വലിയൊരു ഫാക്ടർ എന്ന് ഇന്ന് പഠനങ്ങൾ പോലും തെളിയിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ എന്റെ ഒരു പേഴ്സണൽ കാരണം ഞാൻ പരമാവധി എന്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെ അത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാം. പക്ഷെ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണല്ലോ. അപ്പൊ അങ്ങനെ കാണുന്നത് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്റെ കുട്ടികളുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന അനുഭവങ്ങൾ, യാത്രകളിൽ കിട്ടുന്ന അനുഭവങ്ങൾ. ആ ഒരു അനുഭവങ്ങൾ എന്റെ അനുഭവങ്ങൾ ആയിക്കൊള്ളുന്നില്ല, മറ്റുള്ളവർ പറയുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും ഞാൻ എന്ത് ചെയ്യാറുള്ളത് റീൽസിലേക്ക് കൊണ്ടുവരാറുള്ളത്. മാത്രല്ല ഇപ്പൊ റീലുകൾ അയച്ചുകൊണ്ടാണല്ലോ നമ്മളിപ്പോ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയണമെന്ന് വിചാരിച്ചോളൂ. എനിക്ക് ചിലപ്പോ അത് ഡയറക്റ്റ് പറയാൻ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു റീലായിട്ടായിരിക്കും. തീർച്ചയായിട്ടും ഇതിൽ എന്റെ ഈ അടുത്ത് വൈറലായ മറ്റൊരു വീഡിയോ എന്തായിരുന്നു വെച്ചാല് കടം കൊടുത്ത് സുഹൃത്തുക്കളെ തെറ്റിച്ച ഒരുപാട് കേസുകൾ നമുക്കറിയാം. നമ്മൾ പറയാറുണ്ട് പണം കൊടുത്ത് ശത്രുക്കളെ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏർപ്പാട് എന്ന് പറയുന്നത് കടം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, ഇവര് പിന്നീട് അപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞു ഇതിപ്പോ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ചോദിച്ചാൽ എന്തായാലും ഇവരെന്ത് ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും, ഈ റീൽ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ അവന് മനസ്സിലാവും കടം തിരിച്ചു കൊടുക്കാത്തതിന് എന്നെ പറ്റി ഇവൻ പറയുന്നതാണ് എന്നുള്ള ഒരു സാധനമായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പല ആളുകളും. അതെ, റിലേറ്റബിൾ കണ്ടന്റ്സ് ഒരുപാട് വരുന്നുണ്ടല്ലോ. ഹസ്ബൻഡ് ആൻഡ് വൈഫുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ. ഭൂരിഭാഗം റീലുകളായിരിക്കും, ചാറ്റുകളായിരിക്കില്ല, ടെക്സ്റ്റുകളായിരിക്കില്ല. ഇത് നിങ്ങളൊന്ന് കാണും, അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഒന്ന് വരും. അപ്പൊ നമുക്ക് പറയാനുള്ളതൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതെ, മറ്റൊരു കാര്യം ഇപ്പൊ നമ്മൾ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ സോഷ്യൽ ലൈഫിനെ ആണെങ്കിലും ശരി, പേഴ്സണൽ ലൈഫിനെ ആണെങ്കിലും ശരി, പലതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വലിയ എന്താ പറയുന്ന കടലാണ് ഇൻസ്റ്റഗ്രാമിലും റീൽസിലും മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ ശരിക്കും ആളുകൾ മോട്ടിവേറ്റ് ചെയ്യുമോ, അത് നമ്മൾ വെറുതെ കണ്ടുപോവാണുള്ളത്? അതിലേ എനിക്ക് തോന്നുന്നു വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ് കേട്ടോ മോട്ടിവേഷൻ. മോട്ടിവേഷൻ നടക്കും പലരും പറയാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം ഒരു മുൻകൂർ ഞാനൊരു മോട്ടിവേഷൻ ട്രെയിനർ അല്ല, മോട്ടിവേഷൻ ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പറഞ്ഞതുപോലെ ഒരു മെന്റർ, അധ്യാപകൻ, ഒരു സോഷ്യൽ ഓൺട്രപ്രണർ അറിയപ്പെടാൻ ആഗ്രഹം. അതൊരിക്കലും മോട്ടിവേഷൻ ഒരു മോശം
സംഗതി ആയതുകൊണ്ടോ ഒരു ഇൻഫീരിയർ ആയതുകൊണ്ടോ അല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എന്നോട് ചിലപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ തന്നെ ചോദിക്കും, സാർ എനിക്കൊരു മോട്ടിവേഷണൽ ട്രെയിനർ ആവാൻ ആഗ്രഹമുണ്ട്, അതൊരു പ്രൊഫഷൻ ആയി കൊണ്ടുനടക്കാൻ ആഗ്രഹമുണ്ട്, സാർ അഭിപ്രായം എന്ന് ചോദിക്കും. ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം ബി എ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ, എഞ്ചിനീയർ, ഓൺട്രപ്രണർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുക. നമ്മുടെ ലൈഫ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്കൊന്നും വാക്കുകൾ കൊണ്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സാധനം, സ്കൂളിലൊക്കെ പണ്ടൊരു ട്രെയിനർ വന്ന് യെസ് യു ക്യാൻ യു മസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ലേ? അത് ഒരു പക്ഷെ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോകും. പക്ഷെ അതിലപ്പുറത്തേക്ക് ഈ മോട്ടിവേഷന്റെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ, മോട്ടിവേഷൻ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള യെസ് യു ക്യാനിൽ അപ്പുറത്തേക്ക് മോട്ടിവേഷന്റെ വേറൊരു ആംഗിൾ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ജീവിതങ്ങൾ നമ്മൾ പറയുക എന്നുള്ളത് മോട്ടിവേഷൻ. പലപ്പോഴും എന്റെ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. കാരണം ജീവിതത്തിലുള്ള പല കാര്യങ്ങളായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ മോട്ടിവേഷൻ എന്നാണോ അതിനെ പറയുക, അതിന് അപ്പുറത്തേക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്നതായിരിക്കും നന്നാവാൻ തോന്നുന്നു. അതല്ലാതെ ഒരു പ്യൂർലി മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് മാത്രം അതിനെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത്തരത്തിലുള്ള മോട്ടിവേഷൻ കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഹൃദയത്തെ സ്പർശിക്കാത്ത എല്ലാ മോട്ടിവേഷനും അല്പായുസായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല ആശയങ്ങൾ നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാന്ന് മാത്രമാണ് പറയാനുള്ളത്, അല്ലെ? തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല പുസ്തകങ്ങളിലൂടെ ലഭിക്കും, നല്ല വായനയിലൂടെ ലഭിക്കും. പുസ്തകങ്ങളും നല്ലൊരു മോട്ടിവേഷനാണ്. നല്ല വ്യക്തികളിലൂടെ ലഭിക്കും, നല്ല സഹവാസങ്ങളിലൂടെ ലഭിക്കും, നല്ല സുഹൃത്തുക്കളിലൂടെ ലഭിക്കും. അതൊക്കെ മോട്ടിവേഷനാണ് എന്നുള്ളതാണ്. അപ്പൊ മോട്ടിവേഷൻ എന്നുള്ള വാക്കിനെ നമ്മൾ തെറ്റിദ്ധരിച്ചതിൽ നിന്നും ഒരു ആംഗിൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കേണ്ട സമയം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ ജീവിതം എന്ന് പറയുമ്പോൾ വിജയിക്കുന്ന ആളുകളുണ്ടാവും, പരാജയപ്പെടുന്ന ആളുകളുണ്ടാവും. രണ്ടും കഥകളാണ് അല്ലെ? രണ്ടും കഥകളാണ്. വിജയിച്ചവരുടെയും കഥകളുണ്ട്, പരാജയപ്പെടുന്നവരുടെയും കഥകളുണ്ട്. ഇത്തരത്തിലുള്ള വിജയ പരാജയ സ്റ്റോറികൾ നൽകുന്ന ഒരു ഇൻസ്പിറേഷൻ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ജീവിതത്തിൽ പാഠങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ അനുഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ജീവിതം തീർന്നിട്ടുണ്ടാവും. അപ്പൊ അതിലപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കുറെ മനുഷ്യരെ നമ്മൾ അടുത്തിടപഴകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള സ്റ്റോറീസ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് സക്സസ് സ്റ്റോറീസ് എന്നുള്ളതിലപ്പുറത്തേക്ക് മോഡലിംഗിലേക്ക് പോലും, മോഡലിംഗ് എന്ന് പറയുന്നത് പെരുമാറ്റങ്ങൾ മോഡൽ ചെയ്യുന്ന ആളുകൾ, ചില ആളുകളുടെ ബിഹേവിയർ കാണുമ്പോൾ മോഡൽ ചെയ്യുന്ന ആളുകൾ, അതൊക്കെ നമ്മളിപ്പോ കുട്ടികളുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അതൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സക്സസ് സ്റ്റോറീസ് എന്തായാലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫെയിലിയർ സ്റ്റോറീസും. ഈ ഫെയിലിയർ സ്റ്റോറീസ് പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യത്തിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടവരുടെ അല്ലെങ്കിൽ വിജയിച്ചവരുടെ കഥകളാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, വായിക്കേണ്ടത് പരാജയപ്പെട്ടവരുടെ കഥകളാണ്. മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത്, വിജയിച്ച ആളുകളിൽ തന്നെ പലപ്പോഴും വിജയങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പരാജയപ്പെട്ടു പോയ കുറെ ആളുകളുണ്ട്. റൈറ്റ്. അതായത് നല്ല സക്സസ്ഫുൾ ആവട്ടെ, അവര് നല്ല വലിയ ബിസിനസ്സുകാരാവും, ആ സക്സസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല. അതോടുകൂടി തീർന്നു പോകുന്നു. എത്രയോ ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാം, ബിസിനസ്സിൽ അറിയാം, ജീവിതത്തിൽ അറിയാം. അപ്പം വിജയം മാനേജ് ചെയ്യാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി, അതായത് വെറും ഒരു സക്സസ് സ്റ്റോറീസ് മാത്രം കേട്ട്, വേറെ എവിടെയോ എലോൺ മസ്കിന്റെ സ്റ്റോറി കേട്ട്, സ്റ്റീവ് ജോബ്സിന്റെ സ്റ്റോറി കേട്ട് മാത്രം മോട്ടിവേറ്റഡ് ആവുന്നതിന് പകരം അതിലുള്ള ലെസൺസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അത് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, നമുക്ക് എന്ത് ലെസൺ ആണെന്നുള്ളത് നോക്കിയാൽ ഡെഫിനറ്റ്ലി അതുകൊണ്ട് എന്തുണ്ടാവും, കാര്യം ഉണ്ടാവും. ഓക്കെ, അതിൽ തന്നെ വിജയം ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരു സക്സസ് വന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നാണ് ഒരു അഭിപ്രായം? നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പം ഈ ഓരോ വിജയങ്ങളാവട്ടെ പരാജയങ്ങളാവട്ടെ, ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവും ഓരോരുത്തരുടെ സിറ്റുവേഷൻസും ഡിഫറെന്റ് ആയിരിക്കും. പലപ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് അത് പോസിബിൾ ആയല്ലോ, മറ്റൊരാൾക്ക് അത് നടന്നല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. പാരന്റ്സ് കുട്ടികളോട് പലപ്പോഴും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും പ്രഷർ ചെയ്യുന്നത് അവരുടെ കുടുംബത്തിൽ ഒരാൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. മറ്റുള്ളവർ ഇങ്ങനെ കമ്പയർ ചെയ്ത് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് നമ്മളിങ്ങനെ മുട്ടിച്ചു നോക്കുന്നതിന് പകരം നമ്മളുടെ കൃത്യമായ ഒരു സോട്ട് നമുക്ക് ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് എന്നെ കുറിച്ച് കൃത്യമായ ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹാപ്പിനെസ്, ഈ സക്സസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നമ്മൾ
സ്പെസിഫിക് ആവാന്നുള്ളത് വളരെ പ്രധാനം. പലപ്പോഴും നമ്മളൊരു വെയ്ഗ് ആയിട്ടുള്ള ധാരണന്റെ മുകളിലാണ് പലതും ഡിസിഷൻ എടുക്കാറുള്ളതും പല കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. അതിനെ കുറച്ചുകൂടി കട്ട് ഷോർട്ട് ചെയ്ത് ഒരു ചെറിയ സിമ്പിൾ സാധനങ്ങളാക്കിയിട്ട് സ്പെസിഫിക് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഏരിയകൾ തിരിച്ചിട്ട് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഇവിടെ ഖത്തറിലുള്ള ആളുകളാണ്. മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ ഓൺലൈൻ ത്രൂ ഒക്കെ ആളുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ നാട്ടിലില്ലാത്ത ആളുകൾക്ക് നമ്മുടെ ലൈഫ് സ്കൂളിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ്, അതായത് NRIസിനുള്ള ഒരു എൻട്രി എങ്ങനെയാണ് എന്നുകൂടി ഒന്ന് വിശദീകരിക്കാവോ? തീർച്ചയായിട്ടും നമ്മള് സ്റ്റുഡൻസിലെ ഒരു ഓൾമോസ്റ്റ് 50% NRIs ആണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടെ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച കുട്ടികളാണ് ഭൂരിഭാഗം. പാരന്റ്സ് പറയുകയും ചെയ്യും, കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മക്കളെ പിരിയാൻ പറ്റാത്തത് കൊണ്ട് അവര് ഗൾഫിലേക്ക് കൊണ്ടുപോയതായിരിക്കും പലപ്പോഴും. പക്ഷെ അവിടെ നിന്ന് വരുമ്പോ എനിക്ക് എന്താണെന്നറിയില്ല, അതിന്റെ ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും പാരന്റ്സ് നമ്മളോട് പറയാറുള്ളത് പലപ്പോഴും ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പ്രശ്നം കുട്ടികൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളത് പറയാറുണ്ട്. കാരണം ഈ പാരന്റ്സ് ഒക്കെ ഭൂരിഭാഗം നല്ല ഓൺട്രപ്രണേഴ്സ് ഒക്കെ ആയിരിക്കും. പിന്നെ ഈ കുട്ടികളായിരിക്കുമല്ലോ ഒരു നെക്സ്റ്റ് ലെവൽ ആയിട്ട് അവർ കാണുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും കുട്ടികൾ വലിയ ജോബ് നേടുക എന്നുള്ളതിലപ്പുറത്തേക്ക് നല്ലൊരു ഹ്യൂമൻ ബീങ് ആവുക, ആളുകളോട് ഇടപെടാൻ പഠിക്കുന്ന മക്കളാവുക, ഇത്രയൊക്കെ പലരും എയിം ചെയ്യുന്നുണ്ടോ. കാരണം അവർക്ക് മക്കൾക്കുള്ള എല്ലാ സംഗതികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം NRIs കൂടുതലും നമ്മൾ ഇപ്പോഴത്തെ സ്ഥാപനങ്ങളിൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ എന്നുണ്ടെങ്കിലും ഞങ്ങൾ 10ാം ക്ലാസ്സിലെ മാർക്ക് ഒരു തരി പോലും ചെയ്യാറില്ല. ഇവിടേക്ക് അഡ്മിഷന് ക്രൈറ്റീരിയ അല്ല. അതായത് ഞങ്ങളുടെ അഡ്മിഷന് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് ഇവിടുത്തെ +1 അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അതിനർത്ഥം ഒരു കുട്ടി അത് മാത്രമല്ല, കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇറ്റ് മീൻസ് ഞങ്ങളുടെ കുട്ടികളൊക്കെ ഈ കുട്ടികളിൽ നിന്നും വേറെ കുട്ടികളിലേക്ക് അവര് പാരന്റ്സ് പറഞ്ഞിട്ട് റെഫർ ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അഡ്മിഷൻസ് ഒക്കെ അതിന് മുൻപ് തന്നെ ക്ലോസ് ചെയ്യും. ജസ്റ്റ് അവര് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഇടുന്നു, ആ കുട്ടികളുമായിട്ട് നമ്മളുടെ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുന്നു. ഞങ്ങൾക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണോ എന്ന് മാത്രമേ ഞങ്ങൾ പരിശോധിക്കുന്നുള്ളൂ. അത് മോൾഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വി ആർ ഗിവിംഗ് അഡ്മിഷൻ. 2 കൊല്ലം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നു. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സും മാനേജ്മെന്റും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വണ്ടിയുടെ 4 ചക്രങ്ങൾ പോലെ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ രീതി. അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി നമ്മളുടെ ഓഫീസുമായിട്ടും നമ്മുടെ വെബ്സൈറ്റൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, കാലിഫ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലെ സ്പെല്ലിംഗ് കൂടെ ഒന്ന് പറഞ്ഞേക്കോ, താല്പര്യമുള്ളവർക്കൊന്ന് സെർച്ച് ചെയ്ത് പോവാൻ. ഓക്കെ, CALIPH കാലിഫ്. കാലിഫ് എന്ന് പറഞ്ഞാല് അറബിയിലുള്ള ഖലീഫ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണ്. കാലിഫ് ലൈഫ് സ്കൂൾ. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ +2 കുട്ടികളാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അവരുടെ ബോർഡ് ഓഫ് എക്സാമിനേഷനുകൾ എങ്ങനെയാണ്? കേരളത്തിലാണോ അതേ അല്ലെങ്കിൽ നാഷണൽ ബേസ്ഡ് ആയിട്ട് തന്നെയാണ്? അല്ല, കേരളത്തിലാണ്. കേരള ബോർഡിന്റെ എക്സാമുകൾ, സ്റ്റേറ്റ് ബോർഡ് എക്സാമുകളാണ് കുട്ടികൾ എഴുതുക. അത് നമ്മൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ശരിക്കും നമ്മളുടെ കൺസെപ്റ്റ് ഒക്കെ എത്രയും ലൈഫ് സ്കൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണല്ലോ സർട്ടിഫിക്കേഷൻ ആയിട്ടാണ് പോകുന്നത്. അതെ, കേരള സ്റ്റേറ്റ് ബോർഡിന്റെ എക്സാമുകൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കാലിഫ് ലൈഫ് സ്കൂളിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് കുറെ ജീവിത അനുഭവങ്ങൾ അതെ എല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പൊ അംജദ് ഭായ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ കാലിഫ് ലൈഫ് സ്കൂളിന്റെ വിജയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ കേട്ടതിന് ശേഷം ആരെങ്കിലും ഒക്കെ അവിടേക്ക് കോണ്ടാക്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതെ, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, വെൽക്കം.